morning, my dear students. Welcome to our next session of Financial Markets and Services. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഈസ് ദ മൊഡ്യൂൾ 4 ആണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ട് ഇൻഷുറൻസ് 2 ക്ലാസ്സുകളായിട്ട് ദാറ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ടോപ്പിക് ഇൻഷുറൻസ് ആയിരുന്നു. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസും കണ്ടു. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഇക്കോണമിക് ഡെവലപ്മെൻറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ദാറ്റ് ഈസ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അതും കൂടാതെ ഞാൻ വേറൊരു ദാറ്റ് ഈസ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യലായ ലീസിങ്ങും, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ടൈം നോക്കിയിട്ട് അതെവിടം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ദെൻ ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫസ്റ്റ് ദ ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് അബൌട്ട് ദി IRDA. യു ഹേർഡ് അബൌട്ട് ഇറ്റ് അല്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയണത് ഒന്ന് ആദ്യം തന്നെ ഞാൻ പറയാനൊരു പെൻസിലെടുത്ത് കയ്യെ വയ്ക്കുക, സൈഡിലൊന്നും അത് കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തൊന്ന് വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ IRDA കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ആയി തന്നെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. ഇത് ദാറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഗവേൺസ് ആൻഡ് സൂപ്പർവൈസസ് ദ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഏത് ഇൻഡസ്ട്രി ആയിരിക്കും എന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എപെക്സ് ബോഡി. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു എപെക്സ് ബോഡിയാണ് ദാറ്റ് ഗവേൺസ് ആൻഡ് സൂപ്പർവൈസ് ദ ഇൻഡസ്ട്രി. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു എപെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ആയിട്ടുള്ളൊരു അതോറിറ്റിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമപരമായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് അവിടെ നിന്ന് എഴുതി വയ്ക്കുക, അതൊന്നും ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് പറയണത്. And it is constituted by Parliament of India Act called Insurance Regulatory and Development Authority of India, IRDA of India. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം, ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മൂലം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു അതോറിറ്റിയാണ്. ദാറ്റ് ഈസ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ബൈ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആക്ട് ഉണ്ട്. ആക്ടിൻ്റെ പേരാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് IRDA ഓഫ് ഇന്ത്യ കേട്ടോ. ഇനി അവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദാറ്റ് ഈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ പറഞ്ഞ കാര്യം തന്നെ ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ IRDA ആക്ട് 1999. അപ്പോൾ ആ ഇയർ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് നോട്ട് കേട്ടോ. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി IRDA ആക്ട് 1999 ആൻഡ് ആക്ട് ഓഫ് പാർലമെൻറ്റ് പാസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യ ഗവൺമെൻറ് പാസ് ചെയ്തിട്ടുള്ളൊരു ആക്ടിൻ്റെ കീഴിൽ എന്താണ് IRDA ആക്ട് 1999 ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു എപെക്സ് അഥവാ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് ഇതെന്ന് പറയുന്നത്, IRDA എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊന്നും അവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ മെമ്പേഴ്സൊക്കെ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, നമുക്ക് പ്രത്യേക ഹെഡിങ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളിലേക്കും വരുന്നുണ്ട്. ഇനി അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആക്ട് നമ്മൾ പറയാം, IRDA ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പാസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഓരോ കമ്മിറ്റികളുണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഓരോ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും അല്ലേ. അതിലെ മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഈ IRDA ആക്ട് പാസ് ചെയ്തത്. ആ ആക്ടിൻ്റെ കീഴിലാണ് നമ്മുടെ IRDA അതോറിറ്റി വന്നിട്ടുള്ളതെന്നാണ് പറയണത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ദി ഇയർ 1994 ആണ് കേട്ടോ പറയുന്നത്, 7th January 1994. ഹെഡഡ് ബൈ മിസ്റ്റർ RN മൽഹോത്ര. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മൽഹോത്ര കമ്മിറ്റി എന്ന് പേര് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് മിസ്റ്റർ RN മൽഹോത്രയാണ്. അദ്ദേഹം ദാറ്റ് ഈസ് RBIയുടെ റിട്ടയർഡ് ഗവർണർ ആയിരുന്നു. RBIയുടെ ഗവർണേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഗവർണർ ഓഫ് RBI കേട്ടോ. ഇസ് എൻ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ടുഡേയ്സ് വർക്ക് ഫോർ യു. പ്രസൻറ്റ് ഗവർണർ ഓഫ് ഇന്ത്യ, പ്രസൻറ്റ് RBI ഗവർണർ, RBI കേട്ടോ, പ്രസൻറ്റ് RBI ഗവർണർ ഓഫ് ഇന്ത്യ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതായിരുന്നു. അപ്പോൾ അത് ആദ്യമാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്. ഇനി ഇവരുടെ ഒരു മൽഹോത്ര കമ്മിറ്റിയുടെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. എൻട്രൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആൻഡ് ഫോറിൻ പ്രൊമോട്ടേഴ്സ്. ആദ്യം എന്താണ്, പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ഫോറിൻ പ്രൊമോട്ടേഴ്സ് ഈ മേഖലയിലേക്ക് കടന്നു വരണം. ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിന് വേണ്ടി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി വരണം.
അപ്പോൾ അതായത് ഈ 3 റെക്കമെൻഡേഷൻസാണ് അവർ വെച്ചത്. അന്നെന്തൊക്കെയായിരുന്നു? പ്രൈവറ്റ് സെക്ടേഴ്സ് ഇങ്ങോട്ടേക്ക് വരിക, അതുപോലെ തന്നെ ഫോറിൻ പ്രൊമോട്ടേഴ്സ് വരിക, അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റി വേണം. അതായത് എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി വേണം. അതായിരുന്നു അവരുടെ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഏപ്രിൽ 2000 1999 അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നിട്ടുണ്ടാവുക 2000 ഇറ്റ് വാസ് സെറ്റ് അപ്പ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിത്ത് ഇറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നമ്മൾ ആസ് യൂഷ്വൽ പഠിക്കുന്നത് പോലെ മുംബൈയിലല്ല, എവിടെയാണെന്നാണ് പറയുന്നത്? ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി, അതാണ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ദാറ്റ് ഈസ് ന്യൂ ഡൽഹിയിൽ, ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1999 എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഏപ്രിലിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നാണ് പറയുന്നത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നിട്ട് അപ്പോൾ അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ദാറ്റ് ഈസ് ന്യൂഡൽഹിയിലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താണെന്നാണ് പറയുന്നത്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഏജൻസി വാസ് ഷിഫ്റ്റഡ് ടു ഹൈദരാബാദ്. പിന്നീട് അത് എവിടേക്ക് മാറ്റിയെന്നാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. തെലങ്കാനയിലുള്ള ഒരു കൊല്ലം അവിടെ ഉണ്ടായുള്ളൂ. 2000 വന്നു. 2001 ആയപ്പോഴേക്കും അത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് IRDAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്? ഹൈദരാബാദ്, തെലങ്കാനയിലുള്ള ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IRDA എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ദാറ്റ് ഈസ് ഹൈദരാബാദാണ്. ക്ലിയർ? ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് IRDA? പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IRDA. ദാറ്റ് ഈസ് ടു പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ടു പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ്. സെക്കൻഡ് എന്താണ്? ടു പ്രൊമോട്ട് ആൻഡ് എൻഷുർ ദി ഗ്രോത്ത് ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇൻഷുറൻസ് ഇൻഡസ്ട്രീൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, അത് എൻഷുർ ചെയ്യുക. പിന്നെന്താണ്? ടു എൻഷുർ സ്പീഡി സെറ്റിൽമെൻറ്റ് ഓഫ് ജെനുവിൻ ക്ലെയിംസ്. ജെനുവിൻ ആയിട്ടുള്ള ക്ലെയിംസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെനുവിൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ആക്ച്വലായിട്ട് നടന്നിട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാം. ആൻഡ് ടു പ്രിവെൻറ്റ് ഫ്രോഡ്സ് ആൻഡ് മാൽ പ്രാക്ടീസസ്. എന്തെങ്കിലും കള്ളത്തരങ്ങളോ ചതികളൊക്കെ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? അത് കൺട്രോൾ ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് IRDAയുടെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ആൻഡ് ടു ബ്രിങ് ട്രാൻസ്പെറൻസി. എല്ലാ കാര്യങ്ങളിലും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ടു പ്രിവെൻറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഓർഡർലി കണ്ടക്ട് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഡീലിംഗ് വിത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലേ? നമുക്കറിയാം വൺ ഓഫ് ദി കമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെ ഇൻഷുറൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതിൻ്റെ ഒരു ഓർഡർലി കണ്ടക്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു നടത്തിപ്പ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരൻ്റ് ആക്കുക, എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോഷർ എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഒബ്ജക്റ്റീവ്സാണ് IRDAയ്ക്ക് ഉള്ളത്. ടു പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ്, ടു പ്രിവെൻറ്റ് ദി ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ്, ആൻഡ് ടു എൻഷുർ സ്പീഡി സെറ്റിൽമെൻറ്റ്, ടു പ്രൊമോട്ട് ആൻഡ് ensure the growth of the insurance industry. അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്? ടു ബ്രിങ് ട്രാൻസ്പെറൻസി ആൻഡ് ഓൾസോ കൺട്രോൾ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡീലിങ്സ് വിത്ത് ദിസ് ഇൻഷുറൻസ്. ക്ലിയർ? ഇനി എന്താണ് ഇതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് ദാറ്റ് ഇസ് IRDAയുടെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് കണ്ടുപോയാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഈസ് എങ്ങനെയാണ് ഹൗ ഈസ് ദി ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് IRDA എന്നാണ് പറയുന്നത്. ഇതിൽ 10 മെമ്പറാണ് ഉണ്ടായിരിക്കുക. മനസ്സിലാക്കുക, ഈ ഒരു ബോഡിക്കകത്ത് 10 മെമ്പേഴ്സ് അടങ്ങിയതാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത്. അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചെയർമാൻ ആയിരിക്കും. അപ്പോൾ 10 പേരിൽ ഒരാൾ പോയി, അപ്പോൾ ഇനി 9 ആൾ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 1 ചെയർമാൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ കുറച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 ഇയേഴ്സിനാണ് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാക്സിമം ഏജ് എന്ന് പറയുന്നത് 60 ഇയേഴ്സ്, 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണെന്നാണ്, അപ്പോൾ ഇനി ബാക്കി 9 ഉണ്ട്. അതിൽ നമ്മൾ 5 എന്താണെന്നാണ് പറയുന്നത്? 5 ഹോൾ ടൈം മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഹോൾ ടൈം, അതായത് ഫുൾ ടൈം അതിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഹോൾ ടൈം മെമ്പേഴ്സായിട്ട് 5 പേരുണ്ട്. അവരെയും for 5 ഇയേഴ്സിന് തന്നെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ആൻഡ് their maximum age limit is up to 62 years വരെ, 62 ഇയേഴ്സ് ഏജ് വരെ അവർക്ക് എന്ത് ചെയ്യാം? they can be whole time members ആയി മാറാം. ഇനി ബാക്കി എത്രയുള്ളത്? 10 ഒരു ചെയർമാൻ പോയി, 5 ഹോൾ ടൈം വന്നു, ബാക്കി 4 പേര് എത്രയാണ്? 4 എന്താണെന്നാണ് പറയുന്നത്? പാർട്ട് ടൈം മെമ്പേഴ്സ്. 4 പേരെന്തായിരിക്കും? പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിരിക്കും. ഇവരും 5 ഇയേഴ്സിലേക്ക് തന്നെയാണ് ഇവരുടെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? 5 ഇയേഴ്സിലേക്ക് ഏജ് വൈസ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മേ ബി 62 ഇയേഴ്സ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എനിവേ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമല്ല. ഇനി എന്താണെന്നാണ് പറയുന്നത്? ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് IRDA ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ പറയുന്ന 10 പേരടങ്ങുന്ന ഈ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. എളുപ്പമല്ല. അപ്പോൾ IRDA എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു, നമ്മൾ അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് കണ്ടു. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് IRDA.
അപ്പോൾ നമ്മുടെ IRDA ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരം 14 പ്രകാരം 1999 എന്നാണ് ആ ആക്ട് എന്ന് പറയുന്നത്, കുറച്ച് ഫങ്ഷൻസും ഡ്യൂട്ടീസും ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റി ബോഡി ചെയ്യേണ്ടതായിട്ടുള്ള ചില ഫങ്ഷൻസും ഡ്യൂട്ടീസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലെറ്റ് us ചെക്ക് വൺ ബൈ വൺ. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഇഷ്യൂസ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ടു ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് റെഗുലേറ്റ്സ് ദം. ഇൻഷുറൻസ് കമ്പനീസിനുള്ള ഏത് കമ്പനിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ എല്ലാ റെഗുലേഷൻസും, അതായത് എല്ലാ നിയന്ത്രണങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് IRDAയുടെ വൺ ഓഫ് ദി ഫംഗ്ഷനാണ്. ക്ലിയർ? സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡർ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് തന്നെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് തന്നെ നമുക്കിവിടെ ഫംഗ്ഷൻസിൽ എടുത്ത് എഴുതാം. ഇറ്റ് എന്ന് വെക്കുക, അവിടെയാണെങ്കിൽ ടു വെച്ചിട്ട് ടു പ്രൊട്ടക്ട് ദ എന്ന് എഴുതാം, ഇവിടെയാണെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡർ. പിന്നെ എന്താണ് തേർഡ് ഫംഗ്ഷൻ അഥവാ ഡ്യൂട്ടി പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ് ലൈസൻസ് ടു ഇൻഷുറൻസ് ഇന്റർമീഡിയറീസ് സച്ച് ആസ് ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ് ആഫ്റ്റർ സ്പെസിഫൈങ് ദി റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് സെറ്റ് നോംസ് ഓർ കോഡ്സ് ഓഫ് കണ്ടക്ട് ഫോർ ദം. ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇതിൽ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും, അതായത് ഏജൻസികളോ ബ്രോക്കേഴ്സോ ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് കൊടുക്കുക? ലൈസൻസ് കൊടുക്കുക. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പറയില്ലേ, SEBI അംഗീകരിച്ച ലൈസൻസ്ഡ് ബ്രോക്കേഴ്സ് ഉണ്ടാകുന്നത് പോലെ തന്നെ IRDA അംഗീകരിക്കുന്ന ഏജൻസിനെയോ ബ്രോക്കേഴ്സിൻ്റെയോ എന്ത് നടത്തുക? അവർക്കുള്ള ലൈസൻസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ പറയുന്നതോടുകൂടെ തന്നെ അവർക്ക് എന്താണ് ഒരു ഏജൻ്റ് ആവാൻ, ഇൻഷുറൻസ് ഏജൻ്റ് ആവാൻ ഒരു എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. IRDA നടത്തുന്ന ഒരു എക്സാമൊക്കെ ആയിട്ടാണ് ഇൻഷുറൻസ് ഏജൻ്റ് ആവുക. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യമുള്ള റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതൊക്കെ പറയാം. എന്നിട്ട് അവരുടെ ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറയില്ല, എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്, അതിനുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് IRDA. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് വിത്ത് ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർ റെഗുലേറ്റ് ചെയ്യുക. അതായത് അവരെ പ്രൊമോഷനും അവരുണ്ട്, അതുപോലെ തന്നെ അവരുടെ കൺട്രോളിങ്, നിയന്ത്രണവും ഇവർ നടത്തുന്നതാണ് പറയുന്നത്. എന്തിനാണ് അവർ ആ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത്? ദാറ്റ് ഈസ് ടു എൻഷുർ എഫിഷ്യൻസി ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടറിൽ എല്ലാ കാര്യങ്ങളും ഇവർ അതോറിറ്റിയാണല്ലോ, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് എന്ത് തന്നെയാണോ പോകുന്നതെന്ന് നോക്കേണ്ടത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന ഓർഗനൈസേഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും കൺസിഡർഡ് ആസ് വൺ ഓഫ് ദെയർ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നു. ഓക്കെ, ദെൻ എന്താണ് നെക്സ്റ്റ് ഫംഗ്ഷൻ പറയുന്നത്? ദാറ്റ് ഈസ് ഫിഫ്ത്ത് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസസ് ദ പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് ഇൻഷുറൻസ് കവേഴ്സ്. അതായത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന എമൗണ്ടുകൾ, എന്തൊക്കെ കാര്യങ്ങളെ അത് കവറേജ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് പ്രീമിയം കൊടുക്കേണ്ടത്, ആ പ്രീമിയം റേറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യണത് ആരാണ്? ഫിക്സ് ചെയ്യാന്നല്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് പോകുന്നതും IRDA ആണെന്നാണ് പറയുന്നത്. ഇതാണ് ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസ് ദ പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് ഇൻഷുറൻസ് കവേഴ്സ്. ക്ലിയർ? മനസ്സിലായി? പ്രീമിയം റേറ്റ് എത്രയാണെന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഇവരെങ്ങനെ തോന്നിയ പോലെ പറ്റില്ല എന്ന്. IRDAയുടെ അതോറിറ്റിയുടെ കീഴിലായിരിക്കും പ്രീമിയം റേറ്റ്സ് നിശ്ചയിക്കേണ്ടതും, അതുപോലെ ഏതൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് കൊടുക്കാം, ഏതിനൊക്കെ കൊടുക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് നിശ്ചയിക്കാം. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഇറ്റ് സ്പെസിഫൈസ് ദ കണ്ടീഷൻസ്. ഓക്കെ, സിക്സ്ത് അല്ലേ? Okay, sixth one, it specifies the conditions and manners according to which the insurance companies and other intermediaries have to make their financial reports. അതായത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആയാലും ശരി, ഇൻഷുറൻസ് കമ്പനീസ് ആയാലും ശരി, എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, എപ്പോഴും ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കണമല്ലോ, എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില കണ്ടീഷൻസും മാനേഴ്സുകളൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുക എന്നുള്ളതും ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദെയർ ഫങ്ഷൻസ്. ഇറ്റ് സ്പെസിഫൈസ് ദ കണ്ടീഷൻസ് ആൻഡ് മാനേഴ്സ് according to which the insurance companies and other intermediaries have to make their financial reports. Clear അല്ലേ? പിന്നെ എന്താണ് സെവൻത്ത് പറയണത്? ഇറ്റ് റെഗുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്സ് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. ഇനി പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. അതായത് എങ്ങനെയാണ് ഇവിടെയാണ് അവർക്ക് ശരിയായിട്ട് തന്നെയല്ലേ ഇൻഷുറൻസ് കമ്പനീസ് കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നാൽ നമ്മൾ പറഞ്ഞു മേജറായിട്ട് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിൽ ഇത് കൊണ്ടുപോയി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു ഇൻഷുറൻസ് കമ്പനീസ്. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ്. ഇറ്റ് റെഗുലേറ്റ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്, അവരുടെ ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനീസ് ഈ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അതിൻ്റെ റെഗുലേഷൻസ് നടത്തുന്നത് ഇവരാണ്. ആൻഡ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഹിയർ mentioned is that it also ensures the maintenance of solvency margin. സോൾവെൻസി എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം, ദാറ്റ് ഈസ് കടം കൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കടം
കടം കൊടുക്കാനുള്ളതല്ല, കടം വീട്ടാനുള്ള കഴിവ്, ഡെറ്റ്സുകൾ ക്ലിയർ ചെയ്ത് പോകാനുള്ള കഴിവ്, അതാണ് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോൾവൻസി മാർജിൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? കാരണം പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ക്ലെയിം വന്നാൽ ദേ ഹാവ് ടു സെറ്റിൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ഉണ്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതും ഇവർ ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് ദ മെയിൻ്റനൻസ് ഓഫ് സോൾവൻസി മാർജിൻ. അവിടെ ടെക്സ്റ്റിലെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കമ്പനീസ് എബിലിറ്റി ടു പേ ഔട്ട് ദ ക്ലെയിം. കടം കൊടുത്ത് തീർക്കുക, അതായത് അത് കടമാണ് അല്ലേ, ഒരു നാളത് പോളിസി ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ എത്തേണ്ടത് തന്നെയാണ്. അതുവരെ ഇവരെ സംബന്ധിച്ച് ദേ ആർ ലയബിൾ ടു പേ ദാറ്റ് എമൗണ്ട് ആണ്. അത് അവർ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ? സോൾവൻസി മാർജിൻ. സോൾവൻസി മാർജിൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസ് ടു പേ ഓഫ് ഇറ്റ്സ് ക്ലെയിംസ്. ഇത്രയും കാര്യങ്ങളാണ് ദാറ്റ് ഈസ് അതിൻ്റെ ഡ്യൂട്ടീസ് അഥവാ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാനൊരു 15 മിനിറ്റ്സ് ക്ലാസ്സിൽ ഈ IRDA ഒതുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്കിനിയൊരു 30 മിനിറ്റ്സിൽ ലീസിങ്ങിൻ്റെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് നോക്കാം. എളുപ്പമാണ് കേട്ടോ ലീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഡൗട്ടൊന്നുമില്ലോ IRDA എന്നുള്ളതിൽ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ലീസ് ഫിനാൻസിങ്ങിലേക്ക് നമുക്ക് പോകാം. എന്താണ്, അപ്പോൾ ഞാനതിൽ കുറേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ചില കാര്യങ്ങൾ, എന്നാൽ കണക്ഷൻ വിടാതെ. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാം. ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് വാങ്ങിക്കുന്നു അല്ലേ, ഒരു അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുന്നു. പക്ഷേ ആ അസറ്റ്, ഇപ്പോൾ ഞാനൊരു അസറ്റ് വാങ്ങിക്കുന്നു, പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നില്ല, ഞാനത് പ്രൊക്യൂർ ചെയ്യുന്നില്ല, ഞാൻ ആ സ്വന്തം കാശ് കൊടുത്ത് ഞാനത് വാങ്ങിക്കുന്നില്ല, പക്ഷേ ഐ ക്യാൻ യൂസ് ദാറ്റ് അസറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് ലീസിനെടുക്കാമെന്ന് നമ്മൾ പറയല്ലേ, പാട്ടത്തിനെടുക്കാമെന്നാണ് നമ്മൾ പാടങ്ങളൊക്കെ പണ്ട് അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൃഷിഭൂമിയൊക്കെ പാട്ടം. അപ്പോൾ അതുതന്നെയാണ് ലീസിങ് എന്ന് പറയുന്നത്. ലീസ് ഫിനാൻസിങ് or leasing is a method of acquiring the use of an asset without procuring it. അത് വാങ്ങിക്കാതെ അല്ലെങ്കിൽ ഇത് പ്രൊക്യൂർ ചെയ്യാതെ നമുക്കതിനെ യൂസ് ചെയ്യാം. അതാണ് ലീസിങ് എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ആസ് ആൻ ആൾട്ടർനേറ്റീവ് ഓഫ് ബോറോയിങ് ദ ഫണ്ട് ഫോർ പർച്ചേസിങ് ദ ഫിക്സഡ് അസറ്റ്സ്. അതായത് ഫിക്സഡ് അസറ്റ്സുകൾ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ അതിന് പോകണ്ട, ലോൺ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യണം, മാസം അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ചിലപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ എബിലിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല, ഫിനാൻഷ്യലി അവർക്കത് ഉണ്ടാവണമെന്നില്ല ബിസിനസ്സിന്. ആ സമയത്ത് ദെൻ വി ക്യാൻ ഗോ ഫോർ ദിസ് ലീസിങ്ങിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ശരിക്കും പറയുന്നത് ഒരു പകരമാണ്. ദാറ്റ് ഈസ് ഫണ്ട് ബോറോ ചെയ്തിട്ട് കടമെടുത്തിട്ട് അസറ്റ് വാങ്ങിക്കുന്ന പകരം ചെയ്യുന്ന ഒരു സംഭവമാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഡെറ്റാണ്, കടത്തിനെടുക്കുകയാണ് നമ്മൾ അല്ലേ, കടത്തിനെടുത്തിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. എപ്പോഴായാലും അത് ഓണർ ക്ലെയിം ചെയ്താൽ ഓണർക്ക് ഒരു പീരീഡ് ഉണ്ടായിരിക്കും, ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ടു ദ ആർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്, ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ടു ദ ഓണർക്ക് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ. ഇനി നമ്മളൊരു ഇന്ത്യയിലൊരു കേസ് പറഞ്ഞു തരികയാണ്. അതായത് ഞാനതങ്ങനെ ജസ്റ്റ് മലയാളത്തിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോവുകയാണ്. ഒരു 80s കാലഘട്ടത്തിലൊക്കെ ഈ ലീസിങ് എന്നുള്ളത് വളരെയധികം വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു മോഡ് ഓഫ് ഫിനാൻസിങ്ങിലേക്ക് അവർ എന്ത് ചെയ്തു, അവരതിലേക്ക് ആകർഷിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റർ 80s ഏർലി 90s 80കളുടെ അവസാനവും 90കളുടെ ആദ്യം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളമല്ല വേണ്ടത്, ലേറ്റ് 80s ആൻഡ് ഏർലി 90s, അതായത് 1990s തുടക്കകാലത്തും ദാറ്റ് ഈസ് 1980s അവസാന കാലങ്ങളും, അതായത് 88, 80 ആ ഒരു 89 ആ കാലഘട്ടം, 91, 92, 93 ആ കാലഘട്ടങ്ങളിലും ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു മഷ്റൂം ഗ്രോത്ത്, ഞാൻ മഷ്റൂം ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെയധികം വളർച്ച ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ ഹാസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ദിസ് മോഡ് ഓഫ് ഫിനാൻസിങ്. ഈ ഒരു മോഡ് ഓഫ് ഫിനാൻസിങ് ഇന്ത്യ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലീസ് ഫിനാൻസിങ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാരയിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഒരു എന്താണ് പറയുന്നത്, ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഈ ഒരു ലീസ് ഫിനാൻസിങ്ങുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക, ഒരുവിധം എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുവിധം എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സുകളും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദേ ഹാവ് ജോയിൻഡ് ദ ഫ്രേ എന്ന് എഴുതി കാണാം, ദേ ഹാവ് ജോയിൻഡ് ദ ലൈൻ, അത്രയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഒരുവിധം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നമ്പർ നോക്കി എത്ര ലീസിങ് കമ്പനീസ് ഇപ്പോൾ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കത് അവൈലബിൾ ആയില്ല. എങ്കിൽ പോലും ഞാനൊരു 19,941 എന്നൊരു ഫിഗർ എനിക്ക് കിട്ടി. ഞാൻ ഇൻട്രാക്ഷൻ സെഷൻ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റർ ഒന്നുമല്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായാൽ മതി. അതിൽ ദ നമ്പർ ഓഫ് ലീസിങ് കമ്പനീസ് ഇൻക്രീസ് ടു അറൗണ്ട് 500 ഓവർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ 500ഓളം എന്ത് ചെയ്തു ലീസിങ് കമ്പനീസ്, ദാറ്റ് ഈസ് എന്താണ് മുളച്ചു പൊന്തി എന്നൊക്കെ പറയില്ലേ, അത്രമാത്രം അവരുടെ ദാറ്റ് ഈസ് അങ്ങനത്തെ കുറേ അങ്ങനെയുള്ള ലീസിങ് ഫിനാൻസിങ് കമ്പനീസ്
സ്റ്റാർട്ട് ചെയ്തു ഓക്കെ, എനിക്ക് എന്താ വാക്കെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിൽ ലീസ് ഫിനാൻസിങ്ങിന് വന്നു എന്നാണ് പറയുന്നത്. ഇല്ല, അപ്പോൾ അതാണ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാനുള്ള സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലീസിങ്. അപ്പോൾ ഞാൻ മീനിങ് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെ പഠിച്ചു വെച്ചാൽ മതി, വീണ്ടും വേറെ മീനിങ്ങിലേക്ക് ഒന്നും പോകണ്ട. ലീസ് ഫിനാൻസിങ് ഓർ ലീസിങ് ഈസ് എ മെത്തേഡ് ഓഫ് എക്വയറിങ് ദ യൂസ് ഓഫ് എൻ അസറ്റ് വിത്തൗട്ട് പ്രൊക്യൂറിങ് ഇറ്റ്. അപ്പോൾ ഒറ്റ ലൈൻ, അതിനാ ലൈൻ ആ സെയിം ലൈൻ തന്നെ എല്ലായിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് ലീസ് ഫിനാൻസിങ് എന്നുള്ളത് അപ്ലൈ ചെയ്യാം. എന്നാലും ഞാനിവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് എ പേഴ്സൺ എക്വയേഴ്സ് ദ റൈറ്റ് ടു മേക്ക് യൂസ് ഓഫ് എൻ അസറ്റ് വിത്തൗട്ട് ഓണിങ് ഇറ്റ്. അതായത് സ്വന്തമാക്കാതെ തന്നെ ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുക എന്നാണ് പറയണത്. അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് അലോവിങ് ദ ഇക്കണോമിക് യൂസ് ഓഫ് എൻ അസറ്റ് ഫോർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം. അതാണ് നമ്മൾ അണ്ടർലൈൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒരു നിശ്ചിത കാലം ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് അതിൻ്റെ ഇക്കണോമിക്കലി അത് യൂസ് ചെയ്തോ എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിനെയും നമുക്ക് ലീസ് ഫിനാൻസിങ് എന്ന് പറയാമെന്നാണ് പറയുന്നത്. ഇനി മനസ്സിലാക്കുക, ഇതിൽ മൂന്ന് ടേംസ് ആയിരിക്കും ഇതുമായി റിലേറ്റഡ് ഉണ്ടായിരിക്കുക. ലെസ്സർ, ലെസ്സി, ലീസ് റെൻറ്റ്. ക്ലിയർ? 3 ടേംസാണ് ലീസിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കാം. ലെസ്സർ ഉണ്ടായിരിക്കും, ലെസ്സി ഉണ്ടായിരിക്കും, ലീസ് റെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇത് 3 എന്താണെന്ന് ഞാനോട് പറഞ്ഞുതരാം. ലെസ്സർ എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദി അസറ്റ്. ക്ലിയർ ആക്കി വെക്കുക. ലെസ്സർ എന്ന് പറഞ്ഞാൽ ഹി വിൽ ബി ദി ഓണർ ഓഫ് ദി അസറ്റ്. ലെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു യൂസസ് ദി അസറ്റ്. ഫ്രം ദ ഓണറിൽ നിന്ന് കിട്ടിയ അസറ്റ് യൂസ് ചെയ്യുന്ന ആളെ യൂസറിനെ നമുക്ക് ലെസ്സി എന്ന് പറയാം. ആൻഡ് ഈ ഒരു ലെസ്സർക്ക് ഒരു എമൗണ്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഒരു കൺസിഡറേഷൻ കൊടുക്കും ഇൻ ദ ഫോം ഓഫ് എ പീരിയോഡിക് പേയ്മെൻറ്റ്. ഒരു പീരിയോഡിക് പേയ്മെൻ്റ് ആയിട്ടൊരു കൺസിഡറേഷൻ, ഒരു പേയ്മെൻറ്റ് കൊടുക്കും. അതിന് നമുക്ക് ലീസ് റെൻറ്റ് എന്ന് പറയും. അതായത് ലീസിന് കൊടുക്കുന്ന വാടക, അതിന് നമ്മൾ ലീസ് റെൻറ്റൽ എന്ന് പറയും. അപ്പോൾ ഈ 3 കാര്യം നമുക്ക് ഓർത്ത് വെച്ചാൽ അത്യാവശ്യം 2-4 മാർക്കിന് എഴുതാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് ലീസിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് പറ്റുന്നവരാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ലീസിങ് പഠിക്കാനായിട്ട് നോക്കാം. നിങ്ങളിതിൻ്റെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, അയ്യോ ഇത് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നാം. അങ്ങനെയാണ് ഉള്ളവരത് സ്കിപ്പ് ഇറ്റ്. യു സ്റ്റഡി ദ മീനിങ് ഓഫ് ലീസിൻ്റെ മീനിങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. കുറച്ച് ഡിസ്റ്റർബൻസ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ബാൽക്കണിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓണക്കാലമാണ്. ഇത് എടുക്കുന്ന സമയമൊക്കെ ഓണക്കാലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ട് വരുന്ന സമയമൊക്കെ കുറേ ആയിരിക്കും. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ അറ്റ്ലീസ് നമുക്കൊരു കോവിഡിൻ്റെ ഇതിലല്ലേ, അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. എനിവേ, നമ്മുടെ ICAI ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എനിവേ, ഞാനത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പാർട്ടായിട്ട് തന്നെ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അത് പഠിക്കാൻ പറ്റുന്നവർ അത് പഠിച്ചെടുക്കാം. അപ്പോൾ അത് പഠിച്ചെടുത്താൽ പിന്നെ വേറെ ഒന്നും പഠിക്കാനായിട്ട് പോകണ്ട, അത് മാത്രം അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, ഞാനത് മുറിച്ച് പറയാം കേട്ടോ. ദാറ്റ് ഈസ് അതിനെ ഓരോ ചെറിയ പാർട്ടുകളാക്കി നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, എ ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോയിൻ്റാണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആണ്. എങ്ങനെയുള്ള എഗ്രിമെൻ്റ് ആണ്? വേർ ബൈ ദ ലെസ്സർ കൺവേസ് ടു ദ ലെസ്സി. അപ്പോൾ ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ലെസ്സർ എന്ത് ചെയ്യുന്നത്, ലെസ്സിക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇൻ റിട്ടേൺ ഫോർ റെൻറ്റ്. അതായത് എനിക്ക് നിങ്ങളൊരു വാടക തരികയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദ റൈറ്റ് ടു യൂസ് ആൻ അസറ്റ്. എന്തിനുള്ള റൈറ്റ് തരാം, നിങ്ങൾ എനിക്കൊരു വാടക തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് തരാം ഫോർ ആൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അത് ദീർഘകാലം, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടല്ല, ഒരു അഗ്രീഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഞാനത് ഉപയോഗിക്കാനായിട്ട് തരാം. അങ്ങനെ പറയുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ലീസ് എന്നാണ് ICAI ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഉണ്ട്, നിർത്തിയിട്ടില്ല. എന്നിട്ട് ലെസർ ഈസ് എ പേഴ്സൺ ഹു കൺവേസ് ടു അനദർ പേഴ്സൺ. അപ്പോൾ ഇതിൽ ലെസർ ആരാണെന്നും ലെസ്സി ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ലെസർ എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഹു കൺവേസ് ടു ദ അനദർ പേഴ്സൺ. ആ അനദർ പേഴ്സണെ നമ്മൾ എന്ത് വിളിക്കാം, ലെസ്സി. ഓണറും യൂസറും അല്ലേ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. The right to use an asset in consideration of a payment of periodical rental. എന്നിട്ട് എന്താണ് പറയുന്നത്, അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നു, അതിന് പകരമായിട്ട് ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നു അണ്ടർ എ ലീസ് എഗ്രിമെൻറ്റ്. അതിനു വേണ്ടി ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് എന്താണ്, എൻ്റെ അസറ്റ് നിങ്ങൾ യൂസ് ചെയ്തോളൂ, ഒരു സ്പെസിഫിക് പീരീഡ് വരെ യൂസ് ചെയ്യാം, അതിന് പകരം നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കൺസിഡറേഷൻ തന്നാൽ മതി. അതാണ് നമ്മൾ പഠിച്ച ലീസ് റെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ലെസ്സി. അപ്പോൾ ലെസർ ആരാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ലെസ്സി ഈസ് എ പേഴ്സൺ ഹു ഒപ്റ്റെയിൻസ് ഫ്രം ദ ലെസർ. ലെസറിൽ നിന്ന് എന്താണ് ആ കിട്ടുന്ന വ്യക്തി, അദ്ദേഹത്തിനെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്. അതായത് ദ റൈറ്റ് ടു യൂസ് ദ അസറ്റ് ഫോർ എ പീരിയോഡിക്കൽ റെൻറ്റൽ പേയ്മെൻറ്റ്. അതായത് ആ അസറ്റ് ഒരു പീരിയോഡിക്കൽ റെൻറ്റൽ പേയ്മെൻറ്റ് യൂസ് ചെയ്യാനുള്ള അവകാശം കിട്ടുന്ന വ്യക്തി ഫോർ എൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്ക് ആ പർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്തോളൂ എന്ന് പറയുന്ന സമ്മതം കിട്ടുന്ന വ്യക്തി, സമ്മതം കൊടുക്കുന്ന വ്യക്തി ലെസറും, സമ്മതം കിട്ടുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് കിട്ടുന്ന വ്യക്തിയെ നമുക്ക് ലെസ്സി എന്നും പറയാം. ക്ലിയർ? അപ്പോൾ ചില സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വരുന്ന ആ ഒരു ടൈമിലാണ് ഞാനത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ കുറച്ച് സ്പീഡ്, ആസ് യൂഷ്വൽ എനിക്കറിയാം എൻ്റെ ക്ലാസ് സ്പീഡാണെന്നുള്ളത്, അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിർത്തി തന്നെ എന്ത് ചെയ്യാം, ഒന്ന് കേട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയണമെങ്കിൽ ഇതിലെ ചില ലീസ് എഗ്രിമെൻറ്റിലെ ചില കണ്ടൻറ്റുകളെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു ഒരു ലീസ് എഗ്രിമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഡെഫിനേഷൻ അനുസരിച്ച് പറഞ്ഞു, അണ്ടർ എ ലീസ് എഗ്രിമെൻറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ലീസ് എഗ്രിമെൻറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് ലീസ് എഗ്രിമെൻറ്റ്? പിന്നെ 1 by 1 ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ലാബ് പോയിന്റുകൾ 1 by 1 ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ദ പീരീഡ് കവേർഡ് ബൈ ദ ലീസ്. ഇതാണ് എത്ര കാലത്തേക്കാണ് ഈ ലീസ്, പീരീഡ് കവേർഡ് ബൈ ദ ലീസ്. സെക്കൻഡ് കണ്ടൻറ്റ് പ്രൊവിഷൻ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. എന്താണ് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവിഷൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ഇൻഷുറൻസ്, ചിലപ്പോൾ അസറ്റ് വില കൂടിയ അസറ്റ് ആണല്ലേ, ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കും. മെയിൻ്റനൻസ് എക്സ്പെൻസസ്, അതായത് അസറ്റാണ് അത് കൃത്യമായിട്ട് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മെയിൻ്റനൻസ് എക്സ്പെൻസസിനെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കും. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഫോർ റിന്യൂവൽ ഓഫ് ലീസ് ഓർ പർച്ചേസ് ഓഫ് അസറ്റ് ബൈ ദി ലെസ്സി അറ്റ് ദി എക്സ്പയറി ഓഫ് ദ ലീസ്. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റ് എന്തായിരിക്കും? അതായത് വേണമെങ്കിൽ ഈ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാം, ഈ ലീസ് എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ചില കേസുകളിൽ എന്ത് ചെയ്യും, ആ സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ്സിയോട് അത് എടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ, അതായത് എക്സ്പയറി ഓഫ് ദി ലീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ, അതിൻ്റെ എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ ലെസ്സിക്ക് കൊടുത്തിട്ട് ലെസറിൽ നിന്ന് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ ടൈമിംഗ്, എത്ര ടൈമിലേക്കാണെന്നുള്ള ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് ദി എമൗണ്ട് ഓഫ് പീരിയോഡിക്കൽ റെൻറ്റൽ പേയ്മെൻറ്റ്, എത്രയാണ് പീരിയോഡിക്കലി, ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, എന്താണ് ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി, എങ്ങനെയാണെങ്കിലും ആ റെൻറ്റൽ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്നും ഇതിൽ പറഞ്ഞിരിക്കും, ലീസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു 7 കണ്ടൻറ്റുകളാണ്, അതായത് 7 കാര്യങ്ങളാണ് ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതായത് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ 3 ടേംസാണ് ലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലെസർ ആരാണ്, ലെസ്സി ആരാണ്, ലീസ് റെൻറ്റൽസ് എന്താണ് കേട്ടോ. അപ്പോൾ അതിലപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു. ഇപ്പോൾ ലീസ് എഗ്രിമെൻറ്റ് എന്തായാലും അതിലൊരു ടേമും കൂടി നമുക്ക് അതിൽ പറയാൻ വേണമെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതും വൺ ഓഫ് ദി ടേം യൂസ്ഡ് ഇൻ ലീസിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ലീസ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ ലീസിങ് ട്രാൻസാക്ഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര ഇംഗ്ലീഷിലൊന്നും വേണ്ട, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഹൗ ദിസ് ലീസിങ് ട്രാൻസാക്ഷൻ ഹാപ്പൻസ്, എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട്, എങ്ങനെയാണ് നടക്കുക എന്നാണ് പറയുന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ നിലയ്ക്ക് ലെസ്സിയാണ് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കേണ്ടത് ആരാണ്, ലെസ്സി അല്ലേ. അപ്പോൾ ലെസ്സി പോയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു അസറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. മനസ്സിലാക്കി വെക്കുക. ദ ലെസ്സി സിലക്ട്സ് ദ എക്യുപ്മെൻറ്റ് ടു ബി ലീസ്ഡ് എന്നാണ് പറയുന്നത്. അത് ലെസ്സി കാണിച്ചു കൊടുക്കുമ്പോൾ ലെസർ അത് കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ ആദ്യം ലെസർ അല്ല വാങ്ങിക്കുക, ലെസ്സിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ കേസസ്, ഓൾമോസ്റ്റ് ഒരുവിധം കേസുകളിലൊക്കെ ലെസ്സി പോയി സെലക്ട് ചെയ്ത് ലെസർ അത് വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പീരീഡ് നമ്മൾ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ലീസ് എഗ്രിമെൻറ്റ് എഴുതുക എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് നോക്കും. ഏതൊരു അസറ്റിനും ഒരു എക്കണോമിക് ലൈഫ് ഉണ്ടാവും അല്ലേ, ഒരു കാലാവധി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊരു TV യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യുകയാണെങ്കിലും അതൊരു നിശ്ചിത കാലയളവ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു എക്കണോമിക് ലൈഫ്, അതിനെയാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അത് നോക്കിയിട്ടാണ് ഈ പീരീഡ് ദാറ്റ് ഇസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിൽ തന്നെ കിടക്കും, ലെസറിൻ്റെ കയ്യിലാണ്. നെവർ കംസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ലെസ്സിയുടെ കയ്യിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. ഇനി ലെസർ 2 തരത്തിലുള്ള ലെസർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ആ ഒരു സംഭവം മാനുഫാക്ചർ ചെയ്യുന്ന ലെസർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്ന ലെസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക, ലെസർ 2 തരത്തിലുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ ആ എക്യുപ്മെൻറ്റ് അങ്ങോട്ട് തന്നെ മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ലെസ്സിക്ക് വേണ്ടിയത് കാശ് കൊടുത്ത് വാങ്ങി ലെസ്സിക്ക് അത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ 2 കേസുകളാണ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ മാനുഫാക്ചറർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഒരു TV ഉണ്ടാക്കുന്നത്, അദ്ദേഹം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അദ്ദേഹം തന്നെയാണ് ഒരു TV അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പറയാം, അതാണ് ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അയാളെ മാനുഫാക്ചറർ എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് ജസ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അത് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ്
മാനുഫാക്ചറർ ആണല്ലോ അദ്ദേഹം, അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണോ അദ്ദേഹം ആ എമൗണ്ട് അയാളുടെ ബുക്കിൽ എഴുതി വയ്ക്കും. അതാണ് അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഹി വിൽ ക്യാപിറ്റലൈസ് ദി കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഇൻ ഹിസ് ബുക്സ് എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ്, ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലേ, ഒരു അസറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കോസ്റ്റിൻ്റെ എമൗണ്ട് ബുക്സിൽ ക്യാപിറ്റലൈസ് ചെയ്ത് വയ്ക്കും. ദാറ്റ് ഈസ് അതിൽ കാണിച്ചിരിക്കുന്നതാണ് പറയണത്. എന്നിട്ടാണ് അത് ലെസിക്ക് ലീസിന് കൊടുക്കുക. മാനുഫാക്ചറർ ആണെന്നുണ്ടെങ്കിൽ, ഇനി മാനുഫാക്ചറർ അല്ല, അയാൾ ഇതിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ട്, അതായത് ഒരു കമ്പ്യൂട്ടർ അയാൾ അസംബിൾ ചെയ്യണമെന്നില്ല, ഒരു കടയിൽ അയാൾ ഒരു കമ്പ്യൂട്ടർ അയാൾ പോയി വാങ്ങി അയാൾ കാശ് കൊടുത്തു, എന്നിട്ട് അത് ലെസിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറയണത്, അതിൻ്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ തന്നെ അല്ലേ, ഷോപ്പിൽ പറയുന്നത് എത്രയാണോ പ്രൈസ് ഇല്ലെങ്കിൽ ആ പ്രൈസിൽ തന്നെ അദ്ദേഹം വാങ്ങിക്കുന്നു. എന്നിട്ട് ആ പ്രൈസാണ് അദ്ദേഹത്തിന് എന്തിലെഴുതാം, ഇൻ ഹിസ് ബുക്സിൽ എഴുതാം. മനസ്സിലാവും. അപ്പോൾ അതേ വ്യത്യാസമുള്ളൂ. മറ്റേതിൽ കോസ്റ്റ് എഴുതുമ്പോൾ ഇതിൽ എത്രയ്ക്കാണോ അദ്ദേഹം വാങ്ങിയതെങ്കിൽ ഹി വിൽ ക്യാപിറ്റലൈസ് ദ അസറ്റ് ഇൻ ഹിസ് ബുക്സ് എന്നാണ്, ഹി വിൽ ക്യാപിറ്റലൈസ് ദ അസറ്റ്. അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൈസിൽ എത്രയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് പറയണത്. ആൻഡ് ദെൻ ഗിവ്സ് ഇറ്റ് ടു ദ ലെസി ഫോർ യൂസ്, ലെസിക്ക് അത് ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാനത് സെൻറ്റൻസുകളൊന്നും വായിച്ചല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു ലീസിങ് ട്രാൻസാക്ഷൻ നടക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ലെസർ, നമ്മൾ പറഞ്ഞു അല്ലേ, അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ടേം റിലേറ്റഡ് ടു ലീസാണ് ലെസർ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ ലെസർ ആവാം അല്ല, ഒരു ഇൻഡിവിജ്വലിനാവാൻ വേണമെങ്കിൽ എന്നാലും നമ്മളൊന്ന് പഠിച്ചു വെക്കാൻ പോകുകയാണ്, ആർക്കൊക്കെ ലെസർ ആകാനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. ഫസ്റ്റ്, ഒരു എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്ക് ലെസർ ആവാം. ആർക്കാവാം? ഒരു എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിക്ക് ലെസർ ആകാം. ബാങ്ക്സിന് ലെസർ ആകാം. ഒരു സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ലീസിങ് കമ്പനിക്ക് ലെസർ ആകാം. മനസ്സിലാക്കുക, ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലീസിങ് കമ്പനിക്ക് ലെസർ ആകാം. ഏതെങ്കിലും ഫിനാൻസ് കമ്പനീസിന് ആകാം. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലെസർ ആകാം. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ലെസർ ആണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് സോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇവർക്കൊക്കെ ലെസർ എന്നുള്ള, ദാറ്റ് ഈസ് ദ ഓണർ ഓഫ് ദി അസറ്റ് എന്നുള്ള റോള് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. മാനുഫാക്ചറർക്കായിരിക്കാം, ബാങ്ക്സിനായിരിക്കാം, സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ലീസിങ് കമ്പനീസ് ആയിരിക്കാം, ഫിനാൻസ് കമ്പനീസിനായിരിക്കാം, അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോ ഓൺ. ക്ലിയർ? അത്രയാണ് ലെസറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ടേം അസോസിയേറ്റഡ് വിത്ത് എന്ന് പറയുന്നത് എന്താണ്, ലീസ് റെൻ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ലീസ് റെൻ്റൽസിനെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നതാണ്, അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലീസ് റെൻ്റൽ നമ്മൾ പറഞ്ഞു, ഒരു എമൗണ്ട് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്, ഒരു എമൗണ്ട് പേബിൾ ആണെന്ന് പറഞ്ഞു. The lease rentals represents the consideration for the lease transaction എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ കൺസിഡറേഷൻ, ഏതൊക്കെ ഫോമിൽ ഈ ലീസ് റെൻ്റൽ വരാം എന്നുള്ളതാണ് പറയുന്നത്. ദ ലീസ് റെൻ്റൽ അല്ലെങ്കിൽ ദിസ് കൺസിഡറേഷൻ മേ ടേക്ക് അറ്റ് ദ ഫോളോയിങ് ഫോംസ്. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ദി ലെസേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലെസർ ഇൻവെസ്റ്റ് ചെയ്തമേ ഉള്ള ഇൻട്രസ്റ്റ്, അത് നമുക്ക് ലീസ് റെൻ്റായിട്ട് കണക്കാക്കാം. നമ്മളുടെ പലിശ ലീസ് റെൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇഫ് ദ ലെസർ ഈസ് ബെയറിംഗ് എനി റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ഓർ ഓപ്പറേഷൻ കോസ്റ്റ്, ദെൻ ചാർജസ് ഫോർ സച്ച് കോസ്റ്റ്, അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ലീസ് റെൻ്റായിട്ട് കണക്കാക്കാം. അതായത് ലെസർ, അതിൻ്റെ ഓണർ ഇതിൻ്റെ ഈ ഒരു അസറ്റിൻ്റെ റിപ്പയേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ലെസർ തന്നെയാണ് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ലീസ് റെൻ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ആ എമൗണ്ട് വാങ്ങിക്കാം. അതാണ് പറയുന്നത്. ആ ചാർജ് അതിലേക്ക്, ആ കോസ്റ്റിലേക്ക് അത് ചാർജ് ചെയ്യാം. പിന്നെ അസറ്റിൽ വരുന്ന ഡിപ്രിസിയേഷൻ, അതെപ്പോഴും നമ്മൾ ലീസിങ്, നിങ്ങൾ ഇതിൻ്റെ പ്രോബ്ലം വരെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ലീസ് ഫിനാൻസിങ് പഠിച്ച് കാണണം എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിവേ, അസറ്റിൽ വരുന്ന ഡിപ്രീസിയേഷൻ അത് ലീസ് റെൻ്റലിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുകൂടാതെ വല്ല സർവീസ് ചാർജിങ് ഉണ്ടെങ്കിൽ അത്, പാക്കിംഗ് ചാർജ് വരികയാണെങ്കിൽ ആ പാക്കിംഗ് ചാർജ്, അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയണത്, അതൊക്കെ നമുക്ക് ലീസ് റെൻറ്റിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്താം, അസറ്റ് ഡിപ്രീസിയേഷൻ ഉൾപ്പെടുത്താം, എന്തെങ്കിലും റിപ്പയർ, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവ് വരികയാണെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ പാക്കിങ്ങോ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളോ വന്നിട്ടുണ്ട്, സർവീസിങ് ചാർജസോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തിലേക്ക് ഉൾപ്പെടുത്താം, ലീസ് റെൻറ്റിലേക്ക് ഉൾപ്പെടുത്താം. ഇത് ഒരുവിധം എല്ലാ അസറ്റിൻ്റെ കാര്യത്തിലും ഇതായിരിക്കും ലീസ് റെൻറ്റിൽ ഉണ്ടായിരിക്കുക, എക്സെപ്റ്റ് ഫിനാൻസ് ആണ്. അതായത് പലതരത്തിലുള്ള ലീസിങ്ങുകൾ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇൻ ഫിനാൻസ് ലീസിങ്ങിൽ ദ ഇൻഗ്രീഡിയൻറ്റ് ബി ഈസ് ആബ്സെൻ്റ് ആയിരിക്കും, സിൻസ് ദ ലെസർ ഡസ് നോട്ട് ബിയർ എനി ഓഫ് ദീസ് എക്സ്പെൻസസ്. ഫിനാൻസ് ലീസിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്സ് ഓഫ് ലീസ് നെക്സ്റ്റ് പഠിക്കാൻ പോവാണ്, ഫിനാൻസ് ലീസിംഗ് എന്നുള്ളത് കേട്ടോ. ഫിനാൻസ് ലീസിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബി എന്ന് പറയുന്നതില്ല, അതായത് റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ആൻഡ് അതർ എക്സ്പെൻസസ് അല്ലേ, അങ്ങനത്തെ കോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, അതുണ്ടായിരിക്കില്ല. ബാക്കി ഒരുവിധം എല്ലാ ടൈപ്സ് ഓഫ് ലീസിങ്ങിലും ഈ പറയുന്നതെല്ലാം ലീസ് റെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്ര അത് പഠിച്ചു വെക്കാനൊന്നുമില്ല, നമ്മൾ ടൈപ്സ് ഓഫ് ലീസ് പഠിക്കുമ്പോൾ നമ്മളത് അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ നമുക്കിവിടെ അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ലീസ് റെൻറ്റിൽ ഈ പറയുന്ന 4 കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ?
അവിടെ ക്ലിയർ ആയി. അപ്പം ലീസിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം 4 മാർക്കിന് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഓൾസോ റിലേറ്റഡ് ടു ലീസിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ദ ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് ഈസ് ദ ടൈപ്സ് ഓഫ് ലീസസ്. പലതരത്തിലുള്ള ലീസസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയണത്. അത് ലീസിങ് ട്രാൻസാക്ഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഏത് തരം ലീസാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ നല്ല ചൂടുള്ള കാലമാണ്. ലീസിങ് ട്രാൻസാക്ഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഇത് ഏത് ടൈപ്സ് ഓഫ് ലീസാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐ തിങ്ക് ഹിയർ ഹാസ് ഗിവൻ ഒരു 10 or 11 ടൈപ്സ് ഓഫ് ലീസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഒരു പ്രിസ്ക്രൈബ് ടൈമിൻ്റെ ഉള്ളിൽ എത്ര ലീസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയണതാണ് ഫിനാൻഷ്യൽ ലീസ്. എന്താണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് ക്യാപിറ്റൽ ലീസ് ഓർ ഫുള്ളി പേ ഔട്ട് ലീസ്. ഫുൾ പേ ഔട്ട് ലീസ്. ഫുള്ളി എന്നല്ല, ഫുൾ പേ ഔട്ട് ലീസ്. അപ്പോൾ ഇതിൻ്റെ അനദർ നെയിം ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ലീസ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത് പറയുന്നു, ക്യാപിറ്റൽ ലീസ് എന്നോ ഫുൾ പേ ഔട്ട് ലീസ് എന്നോ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്ക് നോക്കാം. ഇതെപ്പോഴും ഒരു ലോങ് ടേം ലീസ് ആയിരിക്കും. എന്താണ് ദീർഘകാലത്തേക്ക് കൊടുക്കുന്ന ഒരു ലീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ ലെസി ടേക്സ് ദ അസറ്റ് ഓൺ ലീസ് ബൈ എൻട്രിങ് ഇൻ ടു എ. മനസ്സിലാക്കുക കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു ലീസ്, ഈ ഫിനാൻസ് ലീസിങ്ങിൽ എങ്ങനെയാണ് ഇവർ പറയുന്ന ഒരു ലീസ് എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, എഗ്രിമെൻറ്റ്. ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ലീസ് അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്നുള്ളത്. ഇത് ഇവർ എടുക്കുന്ന ഈ അഗ്രിമെൻറ്റ്, അതായത് ലെസറുമായിട്ട് എടുക്കുന്ന എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഈ പാട്ടത്തിന് എടുക്കുമല്ലോ, ലീസിന് എടുക്കുമല്ലോ, അതിൽ ഏത് ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറിവോക്കബിൾ നോൺ ക്യാൻസലബിൾ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. ഇറിവോക്കബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് തിരിച്ചെടുക്കാൻ പറ്റാത്ത, ഇറിവോക്ക് ചെയ്യാൻ പറ്റും. ഇറിവോക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നോൺ ക്യാൻസലബിൾ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എഗ്രിമെൻറ്റിൽ കൂടി കയറുന്ന ലീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഫോർ എ ഫിക്സഡ് ടൈം പീരീഡ്, ഒരു ഫിക്സഡ് ടൈം പീരീഡ് വരെ ഒരു കാരണവശാലും റിവോക്ക് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ലീസ് എഗ്രിമെൻറ്റിൽ കൂടി എടുക്കുന്ന ലീസാണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫിനാൻസ് ലീസിങ് എന്ന് പറയുന്നു. ലോങ് ടേം ആണ്. അനദർ നെയിം ഈസ് ഫുള്ളി പേ ഔട്ട് ലീസ് എന്നും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലീസ് എന്നും നമ്മളിതിനെ പറയുന്നു. ഇനി എന്താ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ലീസിലാണെന്നുണ്ടെങ്കിൽ ലെസ്സിയാണ് എന്ത് ചെയ്യുന്നത്, അതായത് യൂസറാണ് ഇതിൻ്റെ ഫുൾ മെയിൻ്റനൻസ്. അദ്ദേഹം തന്നെയാണ്. ലെസർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു റോളൊന്നുമില്ല. ലെസ്സി തന്നെ ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസ് നടത്തുന്നതാണ് പറയുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നതാണ് പറയുന്നത്. ലെസ്സി തന്നെ ടാക്സ് കൊടുക്കണം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കൊടുക്കുക, ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, ടാക്സ് കൊടുക്കുക, അതിൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഈ വക കാര്യങ്ങളൊക്കെ ആര് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും? ലെസ്സി, ദാറ്റ് ഈസ് ദ യൂസർ ഓഫ് ദി അസറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് ഫിനാൻഷ്യൽ ലീസിങ്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് ഇൻഗ്രീഡിയൻറ്റ് ബി ഈസ് ആബ്സെൻ്റ് എന്ന് പറയുന്നത്. അതായത് ബി എന്നുള്ള പോയിന്റ് എന്താ പറയുന്നത്, ഇനി റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ഓർ ഓപ്പറേഷൻ, അത് ഫിനാൻഷ്യൽ ലീസിങ്ങിൽ ആര് ചെയ്യുന്നില്ല, എന്തായാലും ലെസർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ലീസ് റെൻറ്റിൽ, ഫിനാൻഷ്യൽ ലീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലീസ് റെൻറ്റലിൽ അത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എനിവേ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഓക്കെ, പിന്നെ ഇതിനെ കുറിച്ച് പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ലീസിനകത്ത് ദാറ്റ് ഈസ് മൊത്തം കാലയളവിനെ 2 ആക്കിയിട്ട് 2 or 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് 2 പീരീഡ്സുകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ലീസ് പീരീഡ് ഉണ്ടായിരിക്കും, സെക്കൻഡറി ലീസ് പീരീഡ്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസിൽ മൊത്തം പീരീഡിനെ 2 ആക്കി ചെയ്തിരിക്കുകയാണ്. പീരീഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, 2 ആക്കി അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് പ്രൈമറി ലീസ് പീരീഡും സെക്കൻഡറി ലീസ് പീരീഡും. പ്രൈമറി ലീസ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലീസിംഗ് കമ്പനി, അതായത് നമ്മുടെ ലെസർ, റിക്കവേഴ്സ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെൻറ്റ് അലോങ് വിത്ത് എ സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അതിന് പ്രൈമറി പീരീഡിൽ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഓണറില്ലേ, അതായത് നമ്മുടെ ലെസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ലീസിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റ് ഫുൾ കോസ്റ്റ് എത്രയാണോ അതിന് വന്നിട്ടുള്ള കോസ്റ്റ് എന്നുള്ളത്, അതിൻ്റെ കോസ്റ്റ് പ്ലസ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, ഇതടക്കം എന്ത് ചെയ്യും, ലെസർ വാങ്ങിക്കും ലെസ്സിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ ഫീച്ചറാണ് പറയുന്നത്. ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെൻറ്റ് പ്ലസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ലെസ്സിയിൽ നിന്ന് ലെസർ വാങ്ങിക്കും പ്രൈമറി പീരീഡിൽ. ആൻഡ് ഇതിൻ്റെ സെക്കൻഡറിയിൽ എങ്ങനെയാണെന്നാണ് പറയണത്. പ്രൈമറി പീരീഡ് കഴിയുമ്പോൾ സെക്കൻഡറി ലീസിലേക്ക് വരുന്നു. അവിടെ എന്ത് മാത്രമേ വാങ്ങിക്കുള്ളൂ, അതായത് ഫുൾ മെയിൻ എമൗണ്ട് നമ്മൾ പ്രൈമറി പീരീഡിൽ കൊടുത്തു കഴിഞ്ഞു. സെക്കൻഡറി പീരീഡിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നോമിനലായിട്ടുള്ള ലീസ് റെൻറ്റൽ മാത്രം കൊടുത്താൽ മതി. വലിയൊരു എമൗണ്ട് ഒന്നും റെൻറ്റായിട്ട് കൊടുക്കേണ്ട. നോമിനൽ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് റെൻറ്റിനായിട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ക്ലിയർ? നിങ്ങളത് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാമല്ലോ.
ഇനി സെക്കൻഡ് ടൈപ്പ് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്നാണ് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഷോർട്ട് ടേം ലീസ്. അപ്പോൾ ലോങ് ടേം ലീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലീസാണ്, അഥവാ മെയിൻ്റനൻസ് ലീസ് ഓർ സർവീസ് ലീസ്. അതർ നെയിം ഫോർ എന്ന് പറഞ്ഞാൽ അതിന് ഏതൊക്കെയാണ്? മെയിൻ്റനൻസ് ലീസ് എന്ന് പറയുന്നു, സർവീസ് ലീസ് എന്ന് പറയുന്നു, ഷോർട്ട് ടേം ലീസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസിന് അകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ലീസിന് ആലോചിക്കുക. അതായത് ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, ടാക്സ് കൊടുക്കുന്നത്, ഇതെല്ലാം ചെയ്യണത് ആരായിരിക്കും എന്നാണ് പറയണത്? ദാറ്റ് വിൽ ബി ഡൺ ബൈ ദി ലെസർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലെസറാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. ഇതിനകത്ത് മാത്രമല്ല, മറ്റേതിനകത്തൊരു നോൺ ക്യാൻസലബിൾ ആയിരുന്നെങ്കിൽ ഇതിനകത്തൊരു ക്യാൻസലേഷൻ ക്ലോസ് വെച്ചിരിക്കും. എഗ്രിമെൻറ്റിനകത്ത് എന്തുണ്ടായിരിക്കും? ഇൻ ഓപ്പറേറ്റിംഗ് ലീസിലാണെന്നുണ്ടെങ്കിൽ ദ ഓപ്പറേറ്റിംഗ് ലീസ് മേ ഇൻക്ലൂഡ് എ ക്യാൻസലേഷൻ ക്ലോസ് വിച്ച് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ദി ലെസർ ഓർ ലിസി. ലെസറിനോ ലിസിക്കോ എപ്പോൾ വേണമെങ്കിലും അതെന്ത് ചെയ്യാം? നടപ്പിലാക്കാം. ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. മറ്റേത് ആ പീരീഡ് കഴിയാതെ ആ എഗ്രിമെൻറ്റ് അവിടെ, അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ അങ്ങനെയല്ല, ലെസർക്ക് തോന്നുകയാണ് എനിക്ക് ഇനി അദ്ദേഹത്തിന് ലിസിക്ക് കൊടുക്കേണ്ട, ലിസിക്ക് തോന്നുകയാണ് എനിക്ക് ഈ അസറ്റ് ഇനി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്ന ലീസാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ദ ലെസർ പ്രൊവൈഡ്സ് അതർ സർവീസസ് സച്ചസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ, മെയിൻ്റനൻസ്, റിപ്പയേഴ്സ്, ടെക്നിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ കൊടുക്കും, ട്രെയിനിങ് ദ ലെസി സ്റ്റാഫ് എക്സെട്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അതായത് ഈ അസറ്റ് കൊടുക്കുന്ന പെർട്ടിക്കുലർ അസറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ചില ടെക്നിക്കൽ സപ്പോർട്ടും കൂടി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലീസാണ് ഓപ്പറേറ്റിംഗ് എന്ന് തന്നെ ആലോചിക്കാം കേട്ടോ. പേര് പറയാൻ നമുക്ക് ആ പേര് തന്നെ കിട്ടും, ഓപ്പറേറ്റിംഗ്. അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് സാധാരണയായിട്ട് ഈ ടൈപ്പ് ഓഫ് ലീസ്, അതായത് ഓപ്പറേറ്റിംഗ് ലീസ് എടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയുള്ള അസറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ നോ ഹൗ ആവശ്യമുള്ള ചില ലീസുകളുണ്ടായിരിക്കും, ചില അസറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും. അത് ടെക്നിക്കലി അതിനെക്കുറിച്ച് നല്ല അറിവ് വേണം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു മെഷീൻ, വിലപിടിപ്പുള്ളൊരു മെഷീനാണ്, അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് ചിലപ്പോൾ ആ വാങ്ങിച്ച ആൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുള്ളൂ, അദ്ദേഹത്തിന് അത് ട്രെയിനിങ് കിട്ടിയതായിരിക്കും. അപ്പോൾ ആ ഒരു മെഷീനൊക്കെ നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലീസിന് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ലെസർ പറഞ്ഞുതരും. അപ്പോൾ അതാ പറയുന്നത് എങ്ങനെയുള്ള അസറ്റിനാണ് ഓപ്പറേറ്റിംഗ് ലീസിങ്ങിലേക്ക് പോകുള്ളൂ. അസറ്റ് റിക്വയറിങ് ടെക്നിക്കൽ നോ ഹൗ ഉള്ളത്, പിന്നെ നല്ല എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളത്, അതായത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലും അതിന് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയാം. ആ മെഷീനറി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സംഭവം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള അസറ്റുകൾക്കാണ് ഈ ടൈപ്പ് ഓഫ് ലീസിലേക്ക് പോകുക. അതിന് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വിചാരിക്കുക, അതായത് അൾട്രാ മോഡേൺ ആയിട്ടുള്ള വളരെയധികം ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സുകൾ, അങ്ങനെയുള്ളതിനാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലീസ് ആയിരിക്കും? ഓപ്പറേറ്റിംഗ് ലീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടും കൂടി ഒരു കമ്പാരിസൺ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമുക്കവിടെ ഫസ്റ്റ് ഒരു കമ്പാരിസൺ പറയാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ലീസ് റെൻറ്റൽ എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഹയർ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്നുകിലും ടെക്നിക്കൽ അങ്ങനെയുള്ള സെറ്റുകളാണ്, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് എന്തായിരിക്കും? അതിൻ്റെ ലീസ് റെൻറ്റ് കൂടാനാണ് സാധ്യത എന്ന് പറയുന്നത്. ലീസ് റെൻറ്റൽസ് വിൽ ബി കമ്പാരറ്റീവ്ലി ഹയർ ഇൻ ദ കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് ദാൻ ദ ഫിനാൻഷ്യൽ ലീസ്. കാരണം അത് മാത്രമല്ല കേട്ടോ, റീസൺ എന്ന് പറയുന്നത് ഇത് ഷോർട്ട് ടേമിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. ഒരു അധികം ലോങ് പീരീഡിലേക്ക് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റൊക്കെ കിട്ടുക. നമ്മൾ പറയില്ലേ, ലോങ് ആവും തോറും ചിലപ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഷോർട്ട് ടേമിലേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ലീസ് റെൻറ്റിൽ വളരെ കുറവാണെന്നാണ് പറയണത്. ഇനി ഇതിൻ്റെ ശരിക്കും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ ഞാനൊരു ഒറ്റ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം എന്താണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് ഞാൻ പറഞ്ഞു തന്നു, എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ആ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം അല്ലേ. ഒരു 6 പോയിന്റുകളായിട്ട് അതിൻ്റെ ഡിഫറൻസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതോടുകൂടി നമ്മുടെ ഒരു ക്ലാസ്, ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് വെവ്വേറെ പഠിച്ചില്ലെങ്കിലും ഈ രണ്ട് ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് ലീസ് എന്നും വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലീസ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ ലീസിൽ ദ അസറ്റ് ഈസ് യൂസ് സ്പെസിഫിക് ആൻഡ് ഇറ്റ് ഈസ് സിലക്റ്റഡ് ഫോർ ദി ലെസി സ്പെസിഫിക്കലി. ശരിയല്ലേ? ആരാത് സെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞത്? ലെസിയാണത്. ലെസിക്ക് വേണ്ടി തന്നെ സെലക്ട് ചെയ്ത അസറ്റ് ആയിരിക്കും ഫിനാൻഷ്യൽ ലീസിലുണ്ടായിരിക്കാം. ഓപ്പറേറ്റിംഗ് ലീസിൽ എങ്ങനെയായിരിക്കും? ദ അസറ്റ് ഈസ് ഓഫ് കോമൺ യൂസ്, യൂട്ടിലിറ്റി മേ ബി യൂസ്ഡ് ബൈ എ നമ്പർ ഓഫ് യൂസേഴ്സ് ഓർ ലെസീസ്. മനസ്സിലാക്കി വയ്ക്കാം. ഇതിലെ അസറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോമൺ യൂസിനുള്ള അസറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ, അതായത് ലെസി അല്ല അത് സെലക്ട് ചെയ്യണത്, ലെസറാണ് ഈ ഒരു പ്രത്യേക സംഭവം, ഇരുമിഷൻ ആണെങ്കിൽ ലെസറാണത് നോക്കി വാങ്ങിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. മറ്റേതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പറഞ്ഞത് പെർട്ടിക്കുലർലി ബൈ ദ ലെസിയാണ് ഫിനാൻസ് ലീസിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞതാണ് ദ അസറ്റ് ഈസ് ഓഫ് കോമൺ യൂസിനുള്ളതായിരിക്കും. യൂട്ടിലിറ്റി, ഇതിൻ്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം? ഒരു നമ്പർ ഓഫ് ആളുകൾക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലെസീസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂസേഴ്സിന് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ക്ലിയർ അല്ലേ?
Then move to the second point. Risk and reward incident to ownership are passed on to the lessee. എല്ലാം ലെസിയുടെ കയ്യിലാണ് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക്കുകൾ, അതായത് എല്ലാം ചെയ്യുന്നത് റിസ്ക്കും അതുപോലെ തന്നെ റിവാർഡ്സ് ഇൻസിഡൻറ്റ് ടു ദി ഓണർഷിപ്പ്, അതായത് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക്കുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിവാർഡ്സുകളൊക്കെ ആർക്ക് പാസ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്, ലെസിയുടെയിലേക്ക് പാസ് ചെയ്ത് പോകും. ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസിലാണെങ്കിൽ പഠിച്ചു തന്നെ വെക്കുക, റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളും ലെസിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് പോയിന്റ് പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് ലീസിൽ, ദ ലെസി ഈസ് ഓൺലി പ്രൊവൈഡഡ് ദി യൂസ് ഓഫ് ദി എസറ്റ്. ലെസി എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് അനുസരിച്ച് എന്താണ്, ലെസറാണ് അല്ലേ, ലെസറാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്തു വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ദ ലീസ് ഈസ് ഓൺലി ദ ലെസിക്ക് എന്തുകൊണ്ട് മാത്രമേ കൊടുക്കുന്നത്, അത് യൂസ് ചെയ്യാം, നിങ്ങൾക്കത് ആവശ്യാനുസരണം യൂസ് ചെയ്യാം, മറ്റെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഓൾ ബിലോങ്സ് ടു ദി ലെസറിൻ്റെ കയ്യിലായിരിക്കും. ക്ലിയർ. ഇനി എന്താണ് തേർഡ് പോയിന്റ് പറയണത്, ലെസി ബെയേഴ്സ് ദ റിസ്ക് ഓഫ് ഒബ്സോളസൻസ്. കാരണം എല്ലാം ലെസിയാണ് ഫിനാൻഷ്യലിൽ ചെയ്യണത് അല്ലേ, അതിൻ്റെ അത് പഴയതായോ ചീത്തയായോ, അപ്പോൾ അതിൻ്റെ ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കാലപ്പഴക്കം എന്ന് നമ്മൾ പറയുമല്ലേ, ഒബ്സോലൻറ്റ് അസറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗശൂന്യമായ എന്നാണ് പറയുക. ഒബ്സോളസൻസിൻ്റെ ഉള്ള റിസ്ക്കുകളൊക്കെ ലെസിയാണ് ഫിനാൻഷ്യൽ ലീസിൽ ബെയർ ചെയ്യേണ്ടത്. ഓപ്പറേറ്റിംഗ് ലീസിൽ ഇതാര് ബെയർ ചെയ്യും, ആലോചിക്കുക, ലെസർ. ഇവിടെ ലെസർക്കാണ് കൂടുതൽ, അദ്ദേഹമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ലെസർ ബെയേഴ്സ് ദ റിസ്ക് ഓഫ് ഒബ്സോളസൻസ്. ഫോർത്ത് ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്, ലീസ് എഗ്രിമെൻറ്റ്സ് കനോട്ട് ബി ക്യാൻസൽഡ് യൂഷ്വലി അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു ഇറിവോക്കബിൾ നോൺ ക്യാൻസലബിൾ ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ് ആൻഡ് കറസ്പോണ്ടിങ് ടു ഓപ്പറേറ്റിംഗ് ലീസ് ഇറ്റ് ക്യാൻ ബി ക്യാൻസൽഡ്. വേണമെങ്കിൽ റിവോക്ക് ചെയ്യാൻ പറ്റുന്ന, ക്യാൻസൽ ചെയ്യാം, ലെസർക്കോ ലെസിക്കോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ദ ഫോർത്ത് പോയിന്റ് ഈസ് എന്താണ്, ലീസ് പീരീഡ് യൂഷ്വലി കോയിൻസൈഡ്സ് വിത്ത് ദ ഇക്കണോമിക് ലൈഫ് ഓഫ് ദിസ്. കോയിൻസൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർന്ന് പോകും. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു അസറ്റിൻ്റെ ഇക്കണോമിക് ലൈഫ് നോക്കിയിട്ടാണ് അതിൻ്റെ പീരീഡ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ ലീസിൽ അങ്ങനെ തന്നെയാണ്, ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യും, ദാറ്റ് ഇസ് ചേർന്നിട്ടാണ് നമ്മളതിൻ്റെ പീരീഡ് കാലാവധി തീരുമാനിക്കുക. ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസിൽ. ഓപ്പറേറ്റിംഗ് ലീസിൽ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് ടേം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സ്മോൾ ആയിരിക്കും. എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെഷീനറി വാങ്ങിച്ചാൽ 10, 20, 25 വർഷമൊക്കെ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ, ഒരു 10-15 ഇയേഴ്സൊക്കെ എങ്ങനെ വന്നാലും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതാണ് അപ്പോൾ എക്കണോമിക് ലൈഫാണ് ഫിനാൻസ് ലീസിങ്ങിൽ. ഓപ്പറേറ്റിംഗ് ലീസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീസിങ് പീരീഡ് എന്ന് പറയുന്നത് യൂഷ്വലി സ്മോൾ ആയിരിക്കും. നെക്സ്റ്റ് ദ സിക്സ്ത് ഡിഫറൻസ് എന്താണ് പറയുന്നത്, ലെസർ ഈസ് കമ്മിങ് ടു ദ ട്രാൻസാക്ഷൻ പ്യുവർലി ആസ് എ ഫിനാൻഷ്യൽ. ഇവിടെ ഇൻ ദ ഫിനാൻഷ്യൽ ലീസിൽ ലെസറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഏതാണ് അസറ്റ് എന്ന് വേണ്ടതെന്ന് ലെസി തീരുമാനിക്കുന്നു, ലെസി പോകുന്നു കടയിലേക്ക്, ലെസി അത് കാണിച്ചു കൊടുക്കുന്നു, ലെസർ അത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, ലെസി അത് ഉപയോഗിക്കുന്നു. അതാണ് ഇതിൽ നടക്കുന്നത് ഫിനാൻഷ്യൽ ലീസിൽ. അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലീസിൽ നടക്കുന്നത്. അതാണ് പറയുന്നത് ഇവിടുത്തെ ലെസറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ പ്യുവർലി ആസ് എ ഫിനാൻഷ്യർ. ഒരു ഫിനാൻഷ്യറാണ്, ഫിനാൻസ് കൊടുക്കുന്ന വ്യക്തിയാണ് മാത്രമേ അവിടെ ലെസറിൻ്റെ റോളുള്ളൂ. വെൻ കമ്പയർ ടു ഓപ്പറേറ്റിംഗ് ലീസിംഗിൽ പറയുന്നത് എങ്ങനെയാണ്, ലെസർ ഹാസ് ടു ബെയർ ദി കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, ടാക്സസ്, ട്രെയിനിങ് കൊടുക്കും, ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, ദ ലെസറാണ്. അല്ലേ, അപ്പോൾ അത്രയാണ്. അതാണ് അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡിഫറൻസ് എഴുതാൻ നമുക്ക് അതിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നതെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ആൻഡ് റിവാർഡിൻ്റെ ഒരു പോയിന്റ് മാത്രമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പോയിന്റും അസറ്റ് എന്ന് പറയുന്നത് കോമൺ യൂസ് എന്നുള്ള ആ 2 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്നാലതുള്ള 2 പോയിന്റുകൾ അതിനകത്ത് വരുന്നത്. ബാക്കി 4 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടൈപ്സും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്ങും ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറച്ച് ലോങ് ക്ലാസ് ആയിരിക്കാം ചിലപ്പോൾ. എനിവേ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.